ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-ന്റെ ആദ്യത്തെയും പ്രമുഖ നേതാവായ സഖാവ് PS അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുവീഴ്ചയാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. ആലപ്പുഴയിൽ രാത്രിയാവുമ്പോൾ പോകുന്ന വഴികളിലെല്ലാം ഈ സഹാബിനെ നോക്കി കാണുന്നതിന് ആളുകൾ തടിച്ചുകൂടും എന്നതുകൂടി കണക്കെടുത്തിട്ടാണ് രാത്രിയാവുമ്പോൾ വീട്ടിലെത്തിക്കാനാണ്. മറ്റന്നാൾ രാവിലെ അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പിന്നീട് പൊതുദർശനത്തിനും ഉച്ചയ്ക്ക് ശേഷം അതെല്ലാം പോലെ ആലപ്പുഴ വലിയ ചുറ്റുപാടിൽ ശവസംസ്കാരം നടത്താനാണ് എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് ചിന്തിക്കുന്നത്. പാർട്ടിയുടെ ഭാഗമായി എല്ലാവിടെയുമുള്ള പതാകകൾ താഴ്ത്തിക്കെട്ടാനും ദുഃഖാചരണം നടത്താനും ഈ സന്ദർഭത്തിൽ തീരുമാനിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കൊന്നുകൂടി വിശദമായിട്ട് ആലോചിച്ച് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കും. കേരളത്തിന്റെ വിപ്ലവ സൂര്യന് വിട. 1923 2025 വരെ ജ്വലിച്ചു നിന്ന വിപ്ലവ സൂര്യൻ വിടവാങ്ങുമ്പോൾ മുഷ്ടി ചുരുട്ടിയ വിപ്ലവം ലോകത്തോട് എന്ത് വിളിച്ചു പറഞ്ഞു എന്ന് VS-ന്റെ കാലത്ത് അതൊരു പഠന പുസ്തകമായി മാറും. ഉറപ്പ്. VS വിടവാങ്ങിയെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ പലതുണ്ടായിരുന്നു. ഒടുവിൽ ഇന്ന് വൈകിട്ട് 3:20 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നാളെ